മിഡിൽ പാർട്ട് ഹെയർ സ്റ്റൈൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? ഇനി നിങ്ങൾക്കും മോഡൽ ലുക്ക് നേടാം. നിങ്ങളെപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിരാശപ്പെട്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലെയും സിനിമയിലെയും ആ മോഡലിനെ പോലെ മുടി നടുഭാഗത്ത് നിന്ന് വകഞ്ഞു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു പഴയകാല സിനിമാ നടനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മുടി ഇരുവശത്തേക്കും ഒട്ടിപ്പിടിച്ച് നിങ്ങളുടെ മുഖം വിചിത്രമായി തോന്നുന്നു. പലപ്പോഴും മലയാളികളായ യുവാക്കൾക്കിടയിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണിത്. മിഡിൽ പാർട്ട് എന്നത് ലോകത്തിലെ ഏറ്റവും സിമ്പിളായ ഹെയർ സ്റ്റൈലാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നൂറുകണക്കിന് ചെറിയ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കേണ്ട ഒരു കലയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ പറയുന്ന കാര്യങ്ങൾ വെച്ചല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നൂറുകണക്കിന് വിയർപ്പൊഴുക്കിയ വർക്കൗട്ടുകൾക്ക് ശേഷവും അതിലേറെ തവണ കണ്ണാടിക്ക് മുന്നിൽ പരാജയപ്പെട്ട ഹെയർ സ്റ്റൈൽ പരീക്ഷണങ്ങൾക്ക് ശേഷവും മികച്ച ബാർബറുമാരുമായി സംസാരിച്ചും ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ നിങ്ങൾക്ക് മിഡിൽ പാർട്ടിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയും കാണേണ്ടി വരില്ല, പ്രോമിസ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ വെറുമൊരു ഹെയർ സ്റ്റൈൽ മാത്രമല്ല പഠിക്കുന്നത്, നിങ്ങളുടെ ഫേസ് ഷേപ്പിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ ഒരു ലുക്ക് ബിൽഡ് ചെയ്യാം എന്ന സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ വേണ്ടത് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. മിഡിൽ പാർട്ട് എന്നത് മുടി വകഞ്ഞു മാറ്റുന്ന ഒന്നല്ല, അതൊരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ ഏത് ആൾക്കൂട്ടത്തിലും നിങ്ങൾ വേറിട്ട് നിൽക്കും. നമ്മുടെ ഹെയർ സ്റ്റൈൽ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒരു വമ്പൻ അവസരത്തെക്കുറിച്ച് പറയട്ടെ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ, നല്ല ഹെയർ സ്റ്റൈൽ ഉണ്ടെങ്കിലും ബോഡി ശരിയല്ലെങ്കിൽ ആ ലുക്ക് കിട്ടില്ലല്ലോ, എന്തു ചെയ്യണമെന്ന്. നിങ്ങളുടെ ഈ വിഷമത്തിനുള്ള പരിഹാരമാണ് നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. ഇതിന്റെ യഥാർത്ഥ വില 3999 രൂപയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് വെറും 89 രൂപയ്ക്ക് എടുക്കുന്നവർക്ക് ഈ പ്രീമിയം വീഡിയോ കോഴ്സ് തികച്ചും സൗജന്യമായി ലഭിക്കും. വെറും 89 രൂപയ്ക്ക് 4000 രൂപയുടെ കോഴ്സ്. സ്വന്തം ശരീരഭാരം മാത്രം ഉപയോഗിച്ച് ഒരു അസാമാന്യ ഫിസിക്ക് നിർമ്മിച്ചെടുക്കാൻ ഈ ഗൈഡ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ ചാനലിലെ 500-ലധികം വരുന്ന മെമ്പേഴ്സ് ഈ ഓഫർ ഇതിനോടകം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉടൻ താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി ഈ ലിമിറ്റഡ് പീരിയഡ് ഓഫർ സ്വന്തമാക്കൂ. ഒരു മികച്ച ഹെയർ സ്റ്റൈലിനൊപ്പം മികച്ചൊരു ശരീരവും കൂടിയുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. മിഡിൽ പാർട്ട് പരാജയപ്പെടുന്നതിന്റെ 5 കാരണങ്ങൾ. ദി ഡിസെപ്ഷൻ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മിഡിൽ പാർട്ട് പെർഫെക്റ്റ് ആകാത്തത്? ഇതിനു പിന്നിൽ 5 പ്രധാന ലെയറുകളുണ്ട്. അതാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ലെങ്ത്. മുടിക്ക് ആവശ്യത്തിന് നീളമില്ലെങ്കിൽ മിഡിൽ പാർട്ട് ഒരിക്കലും സെറ്റാവില്ല. മുടിയുടെ മുകൾ ഭാഗം നിങ്ങളുടെ മൂക്കിന്റെ തുമ്പുവരെയെങ്കിലും നീളമുണ്ടാകണം. ഹെയർ കട്ട് സ്ട്രക്ചർ. ലെയറുകളില്ലാത്ത മുടി ഫ്ലാറ്റായി തോന്നും. ജീവനില്ലാത്ത മുടി പോലെ അത് മുഖത്തേക്ക് ഒട്ടിയിരിക്കും. ടെക്സ്ചർ. സ്ട്രെയിറ്റ് മുടിയുള്ളവർക്ക് മിഡിൽ പാർട്ട് ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണ്. മുടിക്ക് സ്വാഭാവികമായ ഒരു മൂവ്മെന്റ് ആവശ്യമാണ്. സ്റ്റൈലിംഗ് ടെക്നിക്. മുടി ചീകുന്ന രീതിയിലും ഉണക്കുന്ന രീതിയിലുമാണ് ഇതിന്റെ വിജയം ഇരിക്കുന്നത്. മെയിന്റനൻസ്. വീടിന് പുറത്തിറങ്ങി 2 മണിക്കൂർ കഴിയുമ്പോൾ മുടി പഴയതുപോലെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിന്റനൻസ് ശരിയല്ല. നിങ്ങളുടെ മുഖത്തിന് ഇത് ചേരുമോ? ദ ഫേസ് ഷേപ്പ് ടെസ്റ്റ്. നിങ്ങളുടെ ഫോൺ എടുത്ത് ഒരു സെൽഫി മോഡിൽ നോക്കുക. ഓവൽ ഓർ ഹാർട്ട്. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ഏത് മിഡിൽ പാർട്ടും പെർഫെക്റ്റായി ചേരും. കാരണം നിങ്ങളുടെ ഫേസ് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. റൗണ്ട് ഫേസ്. നിങ്ങൾക്ക് വട്ടത്തിലുള്ള മുഖമാണെങ്കിൽ മിഡിൽ പാർട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് വോള്യം നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഫ്ലാറ്റായി മുടി ചീകിയാൽ നിങ്ങളുടെ മുഖം കൂടുതൽ വട്ടത്തിൽ തോന്നും. സ്ക്വയർ ഫേസ്. നിങ്ങളുടെ താടിയെല്ലുകൾക്ക് നല്ല ഷേപ്പുണ്ടെങ്കിൽ മിഡിൽ പാർട്ട് നിങ്ങൾക്ക് ഒരു ഷാർപ്പ് ലുക്ക് നൽകും. പക്ഷേ മുടി വല്ലാതെ ഒട്ടിച്ചുവെക്കാതെ കുറച്ച് മെസ്സിയായി ഇടാൻ ശ്രദ്ധിക്കുക. ലോങ് ഫേസ്. നീളമുള്ള മുഖമാണെങ്കിൽ കൃത്യം നടുക്ക് വകയുന്നത് ഒഴിവാക്കി അല്പം വശത്തേക്ക് മാറ്റി വകയുന്നത് മുഖത്തിന്റെ നീളം കുറച്ചു തോന്നിപ്പിക്കാൻ സഹായിക്കും. ഹെയർലൈൻ എന്ന വില്ലൻ. 90% ആളുകൾക്കും പെർഫെക്റ്റ് ഹെയർലൈൻ ഉണ്ടാകില്ല. ചിലർക്ക് വിഡോ സ്പീക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വശത്ത് മുടി കുറവായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യം സെന്ററിൽ വകയുന്നത് നിങ്ങളുടെ കുറവുകളെ കൂടുതൽ എടുത്തു കാണിക്കും. ഇവിടെയാണ് ഓഫ് സെന്റർ പാർട്ട് എന്ന സൂത്രവിദ്യ ഉപയോഗിക്കേണ്ടത്. ഇൻസ്റ്റാഗ്രാമിലെ പല കൊറിയൻ മോഡലുകളും യഥാർത്ഥത്തിൽ നടുക്കല്ല മുടി വകയുന്നത്, മറിച്ച് അല്പം വശങ്ങളിലേക്കാണ്. ഇത് കൂടുതൽ നാച്ചുറലായി തോന്നും. വളർച്ചയുടെ ഘട്ടം. നിങ്ങളുടെ മുടി ഇപ്പോൾ ചെറുതാണെങ്കിൽ ഉടനെ മിഡിൽ പാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മുടി വളരുന്ന ആ 6 മുതൽ 8 മാസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ സമയത്ത് മുടി ഓക്വേർഡായി തോന്നും. അപ്പോൾ തൊപ്പികളോ ഹെഡ്ബാൻഡുകളോ ഉപയോഗിച്ച് മുടിയെ പാകപ്പെടുത്തിയെടുക്കുക. മുടി ആരോഗ്യത്തോടെ വളരാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹീറ്റ് പ്രൊട്ടക്ഷൻ. ഡ്രയർ ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കുക. തുവർത്തുമ്പോൾ ശ്രദ്ധിക്കുക.
മുടി തോർത്തുകൊണ്ട് അമർത്തി തിരുമരുത്, പകരം വെള്ളം ഒപ്പിയെടുക്കുക. നറിഷ്മെന്റ്: ആഴ്ചയിൽ 2 തവണ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഉപയോഗിച്ച് മസാജ് ചെയ്യുക. ബാർബറോട് എന്ത് പറയണം? ദ മാസ്റ്റർ സ്ക്രിപ്റ്റ്. സലൂണിൽ പോയി വെറുതെ മിഡിൽ പാർട്ട് വേണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ബാർബർക്ക് കൃത്യമായ നിർദ്ദേശം നൽകണം. എനിക്കൊരു മീഡിയം ലെങ്ത് ലെയർഡ് കട്ട് വേണം. മുകളിൽ 5 മുതൽ 6 ഇഞ്ച് നീളം നിലനിർത്തണം. സൈഡിൽ ടേപ്പർ ഫെയ്ഡ് നൽകണം. മുടിക്ക് നല്ല ടെക്സ്ചർ കിട്ടാൻ പോയിന്റ് കട്ടിംഗ് ടെക്നിക് ഉപയോഗിക്കണം. വാക്കുകൾ കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട 3-4 ഫോട്ടോകൾ ബാർബർക്ക് കാണിച്ചു കൊടുക്കുക. ഒരു മോശം ഹെയർ കട്ട് കിട്ടിയാൽ അടുത്ത 2 മാസം നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക. വീട്ടിൽ എങ്ങനെ പെർഫെക്റ്റായി സെറ്റ് ചെയ്യാം? ഡാംപ് ഹെയർ: കുളി കഴിഞ്ഞ് മുടി 80% ഉണങ്ങിയ ശേഷം സ്റ്റൈലിംഗ് തുടങ്ങുക. പ്രീ സ്റ്റൈലിംഗ്: മുടിയിൽ അല്പം ലീവ് ഇൻ കണ്ടീഷണറോ അല്ലെങ്കിൽ വോളിയം സ്പ്രേയോ ഉപയോഗിക്കുക. ഇത് മുടിക്ക് നല്ല ഗ്രിപ്പ് നൽകും. നാച്ചുറൽ പാർട്ടിംഗ്: ഒരു ചീർപ്പെടുത്ത് നിങ്ങളുടെ മൂക്കിന്റെ നേർരേഖയിൽ നിന്ന് മുടി പുറകിലേക്ക് ചെയ്യുക. മുടി താനെ എങ്ങോട്ടാണോ വീഴുന്നത് അതാണ് നിങ്ങളുടെ നാച്ചുറൽ പാർട്ട്. ബ്ലോ ഡ്രൈ: ഡ്രയർ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് താഴെ നിന്ന് മുകളിലേക്ക് കാറ്റടിക്കുക. ഇത് നല്ല വോളിയം നൽകും. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: ഈ ട്രിക്കുകളെല്ലാം നിങ്ങളുടെ ലുക്ക് വർദ്ധിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഓർക്കുക, ബാഹ്യമായ ഭംഗിയേക്കാൾ പ്രധാനം നിങ്ങളുടെ സ്വഭാവവും ആത്മവിശ്വാസവുമാണ്. ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങളെ സഹായിക്കും, പക്ഷേ നിങ്ങളെ മികച്ചവനാക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളാണ്. ഈ അറിവ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, മിഡിൽ പാർട്ട് ഹെയർ സ്റ്റൈലിന്റെ എല്ലാ രഹസ്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കൈവശമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യൂ നൽകിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഗ്രൂമിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റായി ചോദിക്കാം. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന 3999 രൂപയുടെ കോഴ്സ് വെറും 89 രൂപയുടെ മെമ്പർഷിപ്പിലൂടെ സ്വന്തമാക്കാനുള്ള അവസരം പാഴാക്കരുത്. നമ്മുടെ 500-ലധികം വരുന്ന ചാനൽ മെമ്പേഴ്സിനോടൊപ്പം നിങ്ങളും ചേരൂ. താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി ഇന്ന് തന്നെ ഒരാക്ഷൻ എടുക്കൂ. അടുത്തൊരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്റ്റൈലിഷ്. നന്ദി.